വീട്ടിലെന്ന് വെച്ചാൽ ഒരു ഫ്രിഡ്ജും ഉണ്ട്, 5 ബൾബും ഉണ്ട്. അല്ലാതെ എൻ്റെ വീട്ടിൽ ഒരു സാധനം കറണ്ട് വർക്ക് ചെയ്യുന്നതില്ല. 17,000-ലധികം രൂപ KSEB ബില്ല് വന്ന ഏരൂർ പഞ്ചായത്തിലെ ആലഞ്ചേരി പൊൻവയിൽ സങ്കേതം അമ്പിളി വിലാസത്തിൽ വീട്ടമ്മയായ അമ്പിളിക്ക് ആവശ്യമായ സഹായം ചെയ്തു നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. അജിത്ത്. അമ്പിളിയുടെ ദുസ്ഥിതി ചൂണ്ടിക്കാട്ടി നാട്ടുവാർത്തയാണ് വിവരം പുറത്തുവിട്ടത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. അജിത്ത്, വാർഡംഗം SR മഞ്ജു എന്നിവരും പൊതുപ്രവർത്തകരും അമ്പിളിയുടെ വീട്ടിലെത്തിയാണ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയത്. വിവരം ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. ഇടപെടുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയതായും പ്രസിഡന്റ് G. അജിത്ത് അറിയിച്ചു. KSEB എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് സ്ഥലത്തെത്തി ആവശ്യമായ പരിശോധന നടത്തും. മീറ്റർ തകരാറാണെങ്കിൽ മാറ്റിവെക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും അജിത്ത് നാട്ടുവാർത്തയോട് പറഞ്ഞു. 10 വർഷം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച ഒരു മുറിയും ഹാളും അടുക്കളയോടും ചേർന്ന ചെറിയ വീട്, 5 LED ബൾബുകൾ, 2 ഫാൻ, ഒരു ഫ്രിഡ്ജ്, ഇത്രയുമാണ് അമ്പിളിയുടെ വീട്ടിൽ വൈദ്യുതി ഉപകരണങ്ങളായി ഉള്ളത്. ഇവിടെയാണ് 2 മാസത്തെ വൈദ്യുതി ബില്ലായി 17,445 രൂപ വന്നത്. വാഹനാപകടത്തിൽ 2 തവണ പരിക്കേറ്റ അമ്പിളി അസുഖബാധിതയാണ്. പരിചയമുള്ള വീടുകളിൽ അടുക്കള ജോലി ചെയ്തും മുറ്റം വൃത്തിയാക്കിയും ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ജീവിതം പുലർത്തി വരുന്നത്. ഇങ്ങനെയുള്ള താൻ എങ്ങനെ ഇത്രയും ഭാരിച്ച തുക കണ്ടെത്തുമെന്നാണ് അമ്പിളി ചോദിക്കുന്നത്. പിന്നെ ഞാൻ ഒരേ വീട്ടുകളിൽ പോയി ജോലി, പാത്രം കഴുകിയും മുറ്റം തൂത്തുമാണ് ഞാൻ ജീവിക്കുന്നത്. കഴിഞ്ഞ മാസം എനിക്ക് വന്ന കറണ്ട് ബില്ല് 700 രൂപ സംതിങ് ആയിരുന്നു. ഈ മാസം വന്നേക്കുന്നത് 20,000 രൂപയാണ്. എനിക്കൊരു നിർവാഹവും ഇല്ല. ഞാൻ എങ്ങനെ അടയ്ക്കും എന്ന് എന്നെ അവിടെ നിന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ എനിക്കൊരു നിവൃത്തിയില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേച്ചി വാ, ചേച്ചി കറണ്ട് ഓഫീസിൽ വാ, അവിടെ വന്നിട്ട് ചേച്ചിക്ക് തവണ വ്യവസ്ഥയ്ക്കാക്കി തരാനാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് എങ്ങനെ അടയ്ക്കണമെന്നൊരു നിർവാഹവും ഇല്ല. ഞാൻ പാവപ്പെട്ടവളാണ്. എന്നെ ഇതിൽ നിന്ന് നിങ്ങൾ സഹായിക്കണം. വീടിന്റെ വയറിങ്ങിൽ വന്ന എർത്ത് തകരാറായിരിക്കാം വലിയ ബിൽ വരാനുണ്ടായ സാഹചര്യമെന്നാണ് വൈദ്യുതി വകുപ്പ് പറയുന്നത്. തവണകളായി ബില്ലടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കി നൽകാമെന്നും KSEB അധികൃതർ പറയുന്നു. എന്നാൽ മീറ്റർ തകരാറിലായാൽ ബിൽ തുക വർദ്ധിക്കാൻ കാരണമാകുമെന്ന് ഒരു കൂട്ടർ പറയുന്നു. മീറ്റർ മാറ്റിവെച്ച് ആവശ്യമായ പരിശോധന നടത്താതെ വയറിംഗ് തകരാറാണെന്ന് വൈദ്യുതി വകുപ്പ് പറയുന്നതിനെതിരെ നാട്ടുകാരും പൊതുപ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ആകപ്പാടുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്ന് പറയാൻ ഒരു പുതിയ ഫ്രിഡ്ജും 2 ഫാനും 5 LED ബൾബുകളുമാണ് ഉള്ളത്. അതിനാണ് ഇപ്പോൾ 20,000 രൂപ എടുത്ത് കറണ്ട് ബില്ല് വന്നിരിക്കുന്നത്. കറണ്ട് ബില്ല് വന്നത് കൂടാതെ ഓഫീസിനെ വിളിച്ച് അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ തവണകളായി കൊണ്ടുവന്ന് പൈസ അടയ്ക്കണമെന്നുള്ളത്. ഈ മീറ്ററിൽ എന്തുകൊണ്ട് ഇത്രയും ചാർജ്, മീറ്റർ ഇത്ര സ്പീഡിൽ മറിയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ചാർജ് ആവുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു മറുപടിയും പറയാനില്ല. ഇങ്ങനെ ഇത്രയും പാവപ്പെട്ട നിലയിൽ താമസിക്കുന്ന ഒരു സ്ത്രീക്ക് ഈ ഇത്രയും കറണ്ട് ബില്ല് വരാൻ ഉണ്ടായ കാരണം എന്താണെന്ന് പോലും അവർ അന്വേഷിക്കാതെ നിരന്തരം അവരെ വിളിക്കുകയും അവർക്ക് കറണ്ട് ബില്ല് എത്രയും വേഗം അടയ്ക്കണമെന്നുള്ള ഒരു മറുപടിയുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തവണകളായി നിങ്ങൾക്ക് കറണ്ട് ബില്ല് അടയ്ക്കാൻ സൗകര്യം ഉണ്ടാക്കി തരാം എന്നാണ് പറയുന്നത്. അവർ ഒരു ദിവസം ജോലിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അമ്പിളി. പിന്നെ ആലഞ്ചേരിയിൽ ഏരൂർ പഞ്ചായത്തിലെ 17-ാം വാർഡായ ആലഞ്ചേരിയിലെ പൊൻവയിൽ എന്ന് പറയുന്ന സങ്കേതം, കോളനി എന്നുള്ളത് പുനർനാമീകരണം ചെയ്ത് സങ്കേതമാക്കി ആ സങ്കേതത്തിൽ ജീവിക്കുന്ന അമ്പിളി എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു നടപടിയാണ് KSEBയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. നാട്ടുവാർത്ത, ഏരൂർ.